ഞാൻ വേറൊരാളുടെ ജീവിതത്തിൽ ഇടപെടാറില്ല. ഞാൻ വേറൊരാളുടെ തീരുമാനത്തിനെ ചോദ്യം ചെയ്യാറില്ല. വേറൊരാളുടെ ഇഷ്ടങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാറില്ല. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. എല്ലാവരെയും അങ്ങനെ ആ ഫ്രീഡം, അതാണ് ഫ്രീഡം. ആ സ്വാതന്ത്ര്യം താങ്കളും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആകെ വേണ്ട ആ സ്വാതന്ത്ര്യം. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോഴും കേട്ട ഫഹദ് ഫാസിലിന്റെ ഭാര്യ ഇന്ന് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എപ്പോഴും സ്റ്റോറി ഇടും, അതായത് വല്ലപ്പോഴും ഒക്കെ 3-4 മാസം കൂടുമ്പോൾ ആ കുട്ടി സ്റ്റോറി ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പണത്തിന് മേലെ പ്രശസ്തിക്ക് മേലെ ജീവിതം എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിനധികം പണമൊന്നും വേണ്ട, ഒരു ജോലിയോ ഒരു നല്ലൊരു കുടുംബം ഇതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എന്ന് നസ്രിയ തന്നെ പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അതുപോലെയുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഫഹദ് ഫാസിൽ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജീവിതം അതായത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലാണ്. വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും യോജിച്ചു പോകത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളും ഉണ്ട്, നല്ല നടനാണ്, നല്ല ഫെയിമിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഫഹദ് ഫാസിലിനെ വിവാഹം കഴിച്ചത്. പക്ഷേ വയസ്സ് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. ആ വയസ്സ് വ്യത്യാസം എന്ന് പറഞ്ഞ് ഇപ്പോഴും അവരുടെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഫഹദ് ഫാസിലിന് കുറച്ചധികം വയസ്സുണ്ട്, അപ്പോൾ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാൾ വിചാരിക്കും, അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് വയസ്സ് കുറവാണ്, എൻ്റെ ഭാര്യയ്ക്ക്, അങ്ങനെ ഒരുപാട് അപകർഷതാബോധം അയാളുടെ മനസ്സിലുണ്ടാകും. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നസ്രിയെ ബാധിക്കും. എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഫഹദ് നല്ല മോശമാണെന്നോ അല്ലെങ്കിൽ ഫാസിൽ മോശമാണെന്നോ അവരുടെ വീട്ടുകാർ മോശമാണെന്നോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നരക ജീവിതം തന്നെയാണ്. അതിന് ഈ ഫെയിമോ ഈ സിനിമാ താരമോ ഒന്നും വേണ്ട. അതിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ചു, ഇപ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളും ഇല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഉണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, എവിടെ വേണമെങ്കിലും പോകാം. അതുമാത്രവുമല്ല, ഫഹദ് തന്നെ പറയാറുണ്ട്, നീ ഏത് സിനിമയിൽ വേണമെങ്കിൽ അഭിനയിച്ചോ. ചിലപ്പോഴത് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുന്നിൽ നിന്ന് മാത്രം പറയുന്നതായിരിക്കും. ഇപ്പം ചിലപ്പോൾ വീട്ടിൻ്റെ അകത്തെത്തി കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സൂക്കേട് മാറ്റും എന്നും പറയും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അതായത് മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു വാക്ക് പറയും, പക്ഷേ വീട്ടിൽ വേറൊരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല വീടുകളിലും ഉണ്ട്. എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പൈസ നോക്കിയിട്ടും പണം നോക്കിയിട്ടും പിന്നെന്താ പറയുക, കുടുംബ മഹിമ ഇതെല്ലാം പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലോ 5 പൈസേൻ്റെ ഗുണമുണ്ടാവില്ല ഇവനെ കൊണ്ടാടുന്നത്. ഇവനെ കൊണ്ട് പിന്നെ ശല്യമായിരിക്കുമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നല്ല ജീവിതമാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാറാണ്, സ്റ്റാർ ലെവലിലുള്ള ജീവിതമാണ്, എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക്. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ട് എന്ന് ഫഹദിന്റെ ആ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നസ്രിയ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, ഇതിനിടയ്ക്ക് ഇഷ്ട ഒരു പോസ്റ്റ് ഉണ്ട്. ഇതിനിടയ്ക്ക് നസ്രിയ ഇട്ട പോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജോലി അതല്ലാന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു എന്നുള്ള തരത്തിൽ ഇന്നൊരു റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിന് എന്തെങ്കിലും ദുരന്ത സൂചനയാണോ, വേറെ എന്തെങ്കിലും ഈ കുട്ടിയുടെ മനസ്സിലുണ്ടോ? അതുകൊണ്ട് എനിക്കിതിൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാത്രമാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ നിർബന്ധിച്ചിട്ടായിരിക്കും ഈ ഒരു കല്യാണം നടത്തിയിട്ടുണ്ടാവുക. പിന്നെ ഈ ഫഹദ് എന്ന് പറയുന്നവനും കുറച്ചൊക്കെ മാന്യത കാണിക്കേണ്ടതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 12 വയസ്സൊക്കെ തന്നെ കാട്ടിയും 12 വയസ്സ് കുറവുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ കുറച്ചൊക്കെ മാന്യത എനിക്ക് ശരിയാവില്ല എന്നെങ്കിലും പറയാമായിരുന്നു. ഫഹദിന് ഒരു കാരണവശാലും ചേരുന്നതല്ല ഈ നസ്രിയ എന്ന് പറയുന്ന യുവതി, ഒരിക്കലും ചേരത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം വെച്ചാൽ ഫഹദിന് കുറച്ചും കൂടി വയസ്സ് കൂടിയ പെണ്ണായിരുന്നു ചേരുക. പക്ഷേ അതൊന്നും നോക്കാതെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരെ കല്യാണം കഴിപ്പിച്ചു വിട്ട് ഇപ്പോഴാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതും ഇല്ലെങ്കിൽ പിന്നെ പോയില്ല കാര്യം. അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കും, ഫഹദ് ഫാസിലാണ്, അതുപോലെ ഫാസിലിൻ്റെ കുടുംബമാണ്, ഇപ്പോൾ എല്ലാം സിനിമാക്കാരാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും കല്യാണം കഴിച്ചപ്പോഴായിരിക്കാൻ നസ്രിയൊക്കെ മനസ്സിലായത്, അതായത് ഒരു ഗുണവും ഇല്ല ഇതിനെ കൊണ്ട്, ഈ കല്യാണം കൊണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അതിൻ്റെ ഇതാണ് ഇപ്പോഴും നസ്രിയ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്നതും. ഒന്നുകിൽ അതിനെ സിനിമയിലേക്ക് വിടുക, ഇല്ലെങ്കിൽ അതിൻ്റെ അച്ഛനും അമ്മയും തീരുമാനിക്കുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചിട്ട് എന്താ ചെയ്യുന്നു പറയാൻ പറ്റൂല. അമ്മാതിരി ഡിപ്രഷനായുള്ളത് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പങ്കുവെക്കുന്നത്. ഇവർക്കൊന്നും തുറന്നു പറയാൻ പറ്റൂലല്ലോ.
അതായത് ഇപ്പോൾ ഫാസിലാണെങ്കിലും ഫാസിലാണെങ്കിലും ഇവരുടെ സ്വഭാവം എന്താണ്, ഇവരുടെ വീട്ടിൽ നടക്കുന്ന എന്താണ്, ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന എന്താണ്, ഇവർക്കൊന്നും തുറന്നു പറയാൻ പറ്റൂല. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ വിവാഹമോചനമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇതെല്ലാം തുറന്നു പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിവാഹമോചനം കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത നിമിഷം എന്ന് പറഞ്ഞാൽ നസ്രിയക്ക് പലതും തുറന്നു പറയാനുണ്ടാകും. ഇപ്പോഴൊരു അക്ഷരം തുറന്നു പറയാതെ എന്തുകൊണ്ടാ? ഭയന്നിട്ട് തന്നെയാണ്. ഇങ്ങനെ ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഈ വീഡിയോ കാണുന്നവർ തന്നെ ഉണ്ടാകും. അവരൊക്കെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. എന്താ ചെയ്യുക? അനുഭവിച്ചോളുക, അത്രയേ രക്ഷയുള്ളൂ. വേറെ എന്താ ചെയ്യുക? അങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ അനുഭവിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് എന്തെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ജീവിക്കണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് പോവുക. അതാ വേണ്ടത്. ഇപ്പോൾ ഫഹദ് ഫാസിൽ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം വേണമെന്ന്. അത് അയാളുടെ ഒരു സ്വാതന്ത്ര്യം, അതയാൾക്ക് വേണം. അത് കൊടുക്കുന്നുണ്ടാവില്ല. അത് ചിലപ്പോഴും നസ്രിയ പറയുന്നുണ്ടാവും അത് കൊടുക്കൂല. ആ ഒരു പ്രശ്നം അവരെ വീട്ടിലുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള ഈഗോ ഉള്ളൊരു വ്യക്തിയാണ് ഫഹദ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇദ്ദേഹം ജീവിതത്തിലും ഷമ്മി തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ഷമ്മി എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രം ശരിക്കും ജീവിതത്തിൽ ഫഹദ് ഫാസിൽ തന്നെയാണോ സംശയമുണ്ട്. അയാളുടെ വർത്തമാനങ്ങളും അയാളുടെ കാര്യങ്ങളും. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് സിനിമയിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. അതായത് വാരി വലിച്ച സിനിമ ചെയ്യുന്ന പരിപാടിയൊക്കെ അങ്ങേരും നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായ എന്തോ ഒരു തകരാറ് തന്നെയാണ് ഇതിന്റെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഫഹദ് ഫാസിലിന്റെയും അതുപോലെ തന്നെ ഈ നസ്രിയുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു എന്താ പറയുക, ഒരു നല്ല ജീവിതമല്ല. അവരുടെ രണ്ട് പേരുടെയും മനസ്സ് നോക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ അനുഭവിക്കുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത്, ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് എന്തിനാ വെറുതെ ജീവിതം നശിപ്പിക്കുന്നത്. ചില ആൾക്കാർ പറയും, എടോ നീ കുട്ടികളെയും കൊണ്ട് എന്താ ചെയ്യാ, നീ കുട്ടികളെയും കൊണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയും. അതാണ് ചില ആൾക്കാർ പറയാ. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതെല്ലാം എന്ന് പറഞ്ഞ് അതിന്റെ വഴിയിൽ വിട്ടേക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വേറെ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ വേറെ ഡിവോഴ്സ് ചെയ്യാത്ര തന്നെ. ഈ നസ്രിയൊക്കെ ഭയങ്കരമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഫഹദ് ഫാസിലാണെങ്കിൽ അത് മനസ്സിലാക്കുന്നുമില്ല ഒന്ന്. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ സിനിമ കുറഞ്ഞതിന്റെ കാരണവും സിനിമ കുറക്കുന്നതൊക്കെ എന്തുകൊണ്ടാ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നാട്ടുകാർക്ക് പുട്ടിന് തേങ്ങയിട്ട് കൊടുക്കുന്ന പോലെ എന്തിനാണ് നസ്രി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? നസ്രിയക്ക് തന്നെ അറിയാം ഇത് വിവാദമാവുന്നു. ഇതിനെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രശ്നം വന്നപ്പോഴും നസ്രി എന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴും എല്ലാവരും എടുത്തിട്ട് അലക്കിയതാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ അലക്കിക്കോട്ടെ, അങ്ങനെയെങ്കിലും നാലാളറിയട്ടെ എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതമാണ് ജീവിതം, അയ്യോ ഞങ്ങളുടെ എന്ത് ജീവിതമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ സ്വത്തും പണമോ കാറോ ഇല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസമാധാനമാണ്. ആ മനസമാധാനം ഇല്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പോഴും നസ്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അവർക്ക് എല്ലാ പൈസയുടെ കാര്യങ്ങളുടെ സുഖമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മനസമാധാനം ജീവിതത്തിലില്ല. മനസമാധാനം ഇല്ലെങ്കിൽ പോയില്ല കാര്യം. അതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയാണ്, വെറുതെ ഇൻസ്റ്റാഗ്രാമിലും ആടിയിട്ട് സ്റ്റോറിയും ഭാര്യ വലിച്ചിടാതെ നിങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തുവാന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നസ്രിയൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തെറ്റിപ്പോയി അവിടുന്ന്. നിങ്ങൾ ഒരുപാട് പൈസയും കാര്യങ്ങളും ഇതെല്ലാം ആഗ്രഹിച്ചു, പക്ഷെ ഇതൊന്നും അല്ല ജീവിതമാണെന്ന്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയസ്സിൻ്റെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, വയസ്സ് കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ 12 വയസ്സ് മൂത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വയസ്സ് തന്നെയാണ്. ഒരാൾ പോലും സമ്മതിക്കാത്ത വയസ്സ് തന്നെയാണ്. ഏതായാലും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.